ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ അതുലക്കൻ റൈഡർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനി മുതൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മുടെ സ്റ്റോറി മോഡ് ഗെയിം പ്ലേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടൂർ ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പേരുകേട്ടൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അതായത് ഒരു പഴയകാല പ്രാചീന മനുഷ്യർ വസിച്ചിരുന്ന ഓരോ അമ്പലങ്ങളും അതെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഫാമിലി ട്രിപ്പ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോടിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള ട്രിപ്പാണ് പോകുന്നത്. നമ്മൾ പോകാനെടുക്കുന്ന ബസ്സാണ് കൊമ്പൻ ദാവൂദ്. നിങ്ങൾക്കറിയാമല്ലോ കൊമ്പൻ ദാവൂദ് എത്രത്തോളം അടിപൊളി ബസ്സാണെന്ന്. നമ്മൾ ആ ബസ്സാണിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഞാൻ ഇതിനു മുന്നേ ഫസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ട്, KSRTC ആയിട്ടുള്ളൊരു വില്ലേജ് മാപ്പ് റോഡ്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് ആദ്യം കണ്ടിട്ട് ഇത് കാണുക, അത് നിങ്ങളിഷ്ടം. അപ്പോൾ നമുക്ക് കൂടുതൽ പറയാണ്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളെന്തായാലും ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ട്രിപ്പിനുള്ള ആൾക്കാരെ കയറ്റിയിട്ട് നമുക്ക് ടൂറിൻ്റെ സ്ഥലത്തിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഒരുപാട് പറയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. കാരണം നിങ്ങളുടെ വീഡിയോസിലേക്ക് മാക്സിമം വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാൻ നോക്കുക. ഗായ്സ്, അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് പാസഞ്ചേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ വേഗം ബസ്സിൽ കയറ്റി നമുക്ക് ട്രിപ്പ് അടിച്ച് പൊളിച്ച് തിരിച്ച് വരേണ്ടതാണ്. അപ്പോൾ അവർ ഇന്ന് അവിടെ താമസിക്കുന്നതിനാണ് നമ്മൾ ഇന്ന് പാർട്ട് 1 ആയിട്ടാണ് വരുന്നത്. നാളെ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് വേഗം പാസഞ്ചേഴ്സിനെ കയറ്റാം. ഒരുപാട് പാസഞ്ചേഴ്സൊന്നും ഇല്ല. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ട്രിപ്പിന് 20,000 രൂപയാണ്. നമ്മൾ അത്രയും കുറഞ്ഞിട്ടാണ് ഈ ട്രിപ്പ് എടുക്കുന്നത്. അപ്പം ഇനിയും ഇതുപോലെ ട്രിപ്പ് വീഡിയോസ് അഥവാ സ്റ്റോറി മോഡ് ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് വരും ദിവസങ്ങളിൽ നമുക്കത് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോയിങ് ടു തൃശ്ശൂർ. അപ്പോൾ നമുക്ക് പാട്ടെല്ലാം ഇട്ട് ഒന്ന് ചില്ലായി പോകാം ഗായ്സ്. അപ്പം LED ലൈറ്റ്സൊക്കെ ഉണ്ടാവും, അടിപൊളി മാസ് ലൈറ്റ്സാണ് വെച്ചത്. ഓ ഇതെന്താണ്? ഓ നമ്മളെ ട്രെയിൻ വരുന്നുണ്ട് ഗായ്സ്, അതിൻ്റെ ബ്ലോക്കാണ്. നമുക്ക് വേഗം തന്നെ നമ്മളെ തൃശ്ശൂർ പഴയകാല മനുഷ്യർ ജീവിച്ചിരുന്ന അമ്പലങ്ങളിലേക്ക് എത്തേണ്ടതാണ് ഗായ്സ്. ദാവൂദിൻ്റെ സ്പീഡൊന്നും അറിയാമല്ലോ. എന്തായാലും പാട്ടൊക്കെ ഇട്ടിട്ട് പോകാം ഗൈസ്. നമ്മളെന്തായാലും കോഴിക്കോട് നിന്ന് വിടുകയാണ്, നേരെ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഗൈസ് കോഴിക്കോട് ബൈപ്പാസ് കടന്നിരിക്കുകയാണ്. നമ്മൾ തൃശ്ശൂർ ചാലക്കുടി എത്താനായി ഗൈസ്. തൃശ്ശൂർ ഗുരുവായൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തേണ്ടത് ആ സ്ഥലത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ തൃശ്ശൂർ ചാലക്കുടി എത്തിയിരിക്കുകയാണ്. ചാലക്കുടി റോഡാണിത്. അപ്പോൾ നമ്മൾ പറയുന്നതൊന്നും റിയൽ അല്ല കേട്ടോ, നമ്മൾ വെറും സാങ്കല്പികമായിട്ട് പറയുകയാണ്, സ്റ്റോറി മോഡ് പോലെ. ആ കോഴിക്കോട് വിട്ടപ്പോൾ എന്തായാലും ട്രാഫിക് ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് തോന്നുന്നുണ്ട്. കണ്ടോ, മുന്നിലൊക്കെ പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അടിപൊളി സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ നമ്മൾ പോകുന്ന ഈ ടൂറിസ്റ്റ് സ്ഥലം നമ്മൾ 3-4 വട്ടം ഈ സ്ഥലത്ത് തന്നെ നമ്മൾ വിസിറ്റിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നമ്മൾ കൊമ്പനല്ലേ എടുത്തിരുന്നത്. നമ്മളന്ന് പല വണ്ടികൾ ലെജൻഡ്, മാഫിയ, ആ ടൈപ്പൊക്കെ വണ്ടിയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പം നമ്മൾ ഇന്ന് കൊമ്പൻ ദാവൂദായിട്ട് വരാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൊമ്പൻ ദാവൂദാനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഗായ്സ്, നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക ഗായ്സ്. അപ്പോൾ ഗായ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നായക്കുട്ടി ഒച്ചപ്പെടുത്തുന്ന ഒരാൾ ആരും കുറ്റമൊന്നും പറയരുത് ഗായ്സ്. അപ്പോൾ ഞാൻ വീടിൻ്റെ ടെറസിൽ വന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ അവസാനം എത്താനായിട്ടുണ്ട് സ്ഥലത്ത്. ഏകദേശം തൃശ്ശൂർ ജില്ലയിൽ ആ സ്ഥലം എത്താനായിട്ടുണ്ട്. കണ്ടില്ലേ, പ്രകൃതിയെല്ലാം
ഒരു ഇടുങ്ങിയ റോഡായി മാറിയിരിക്കുകയാണ് ഗൈസ്. ഒരു വലിയ റോഡൊന്നല്ല. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ടായതിനാൽ അത്യാവശ്യം സ്പീഡിൽ നമ്മൾ എത്തുന്നുണ്ട്. അവിടെ ബ്ലോക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. നിങ്ങൾക്കൊരു ബോറടി ആയി തോന്നും. നമുക്ക് ഇവിടെ സ്കിപ്പായി കളയാം ഗൈസ്. ആ ബ്ലോക്കിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെ വളക്കി തിരിച്ച് ഒടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. കൊമ്പൻ ബസ് ആകെ സീനാണ് ഗൈസ്. അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങളെല്ലാം. അപ്പോൾ നമ്മളെ ടൂറിൽ വന്ന പാസഞ്ചേഴ്സൊക്കെ അടിപൊളിയായിട്ട് ഡാൻസും കുത്തൊക്കെ ആയിട്ട് കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവസാനം നമ്മളവിടെ എത്തിച്ചേരാനായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും കാണണ്ടേ ആ സ്ഥലങ്ങൾ. അപ്പം ഞാൻ ഇതുവരെയാണ് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫുള്ളും നിങ്ങളായിട്ട് തന്നെ കാണുക. അപ്പം ഞാൻ ലാസ്റ്റിക്ക് ഇനി വരും വോയിസ് ഓവറായിട്ട് വീഡിയോ കഴിയാൻ നേരത്ത്. അപ്പോൾ ഇതുവരെ മ്യൂസിക് കേട്ട് ഒത്തിരി ഗൈസ്. ഗൈസ് തൃശ്ശൂർ ജില്ലയിലെ പഴയകാല മനുഷ്യർ പ്രാർത്ഥിച്ചിരുന്ന ഒരു ദൈവസങ്കല്പമായിട്ടുള്ളൊരു അമ്പലമാണിത്. അപ്പോൾ നമ്മൾ അവസാനം അറ്റ് ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് പാസഞ്ചേഴ്സൊക്കെ ഇവിടെ നിൽക്കും. അടുത്തുള്ള ലോഡ്ജിൽ നിൽക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ഗൈസ്. പാർട്ട് 2 നാളെ ഉണ്ടാകുന്നത്.